എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 90 ശ്ലോകം 35 മുതൽ 45 വരെ 11 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഭഗവാന്റെ പുത്രന്മാരിലെ 18 പേര് കേമന്മാരാണ്, എടുത്തു പറയേണ്ടവരാണ് എന്ന് പറഞ്ഞു. അതില് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള രുക്മിണിയുടെ പുത്രനായിട്ടുള്ള പ്രദ്യുമ്നനാണ് എന്നതാ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. പ്രദ്യുമ്നൻ ഭഗവാന്റെ പോലെ തന്നെ അതിസുന്ദര രൂപനാണ്. ഭഗവാനെയും പ്രദ്യുമ്നെയും കണ്ട അമ്മമാർക്കും ഭാര്യമാർക്കും തന്നെ ഒക്കെ എല്ലാവർക്കും മാറിപ്പോകുന്ന പറയണം. അമ്മമാർക്ക് പോലും മാറിപ്പോണെന്ന്. പ്രദ്യുമ്നെ കാണുമ്പോ ഭഗവാനാണെന്ന് വിചാരിക്കണം, ഓടി ചെല്ലുന്ന പറയണത്. അത്രയും സാമ്യാണ് സ്വഭാവം കൊണ്ടും. അങ്ങനെ തന്നെയാണ് പ്രദ്യുമ്നൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. കോവളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 35. ഏതേഷാമഭിരാജേന്ദ്ര തനുജാനാം മധുദ്വിഷ പ്രദ്യുമ്നാസീൽ പ്രഥമ പിതൃവൽ രുക്മിണീ സുത. ഹേ രാജശ്രേഷ്ഠ, ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ശ്രീകൃഷ്ണന്റെ പുത്രന്മാരായിട്ടുള്ള ഇവരുടെ കൂട്ടത്തിൽ ഒന്നാമനും പിതൃതുല്യനുമായവൻ രുക്മിണി പുത്രനായ പ്രദ്യുമ്നനാണ്. ആദ്യത്തെ പുത്രൻ പ്രദ്യുമ്നനാണ്. ഭഗവാന്റെ പോലെ തന്നെ, ഭഗവാനോട് രൂപസാദൃശ്യം, പിതൃതുല്യൻ, എല്ലാം കൊണ്ടും ഭഗവാനെ പോലെ തന്നെ ആയിരുന്നു പ്രദ്യുമ്നൻ എന്ന് പറയുന്നത്. സരുക്മിണോ ദുഹിതരം ഉഭയേ മേ മഹാരഥ. തസ്മാൽ സുതോ നിരുദ്ധോ പുൽ നാഗായുധ ബലാന്വിത. മഹാരഥനായ പ്രദ്യുമ്നൻ രുക്മിണിയുടെ പുത്രിയെ, അതായത് അമ്മാമന്റെ മകളെ തന്നെ വിവാഹം കഴിച്ചു. അവളിൽ പ്രദ്യുമ്നന് അനിരുദ്ധൻ എന്ന ഒരു പുത്രൻ ഉണ്ടായി. ഈ അനിരുദ്ധൻ 10,000 ആനകൾക്കുള്ള ബലം ഉള്ളവനായിരുന്നു. അത്ര ബലവാനായിരുന്നു. സചാവിരുക്മിണ പൗത്രീം ദൗഹിത്രോ ജഗൃഹേ തഥാ വജ്രസ്തസ്യാഭവല്യസ്തു മൗസലാത് അവശേഷിത. രുക്മിയുടെ പുത്രീപുത്രനായ അനിരുദ്ധൻ രുക്മിയുടെ പൗത്രിയെ വിവാഹം ചെയ്തു. അവളിൽ അനിരുദ്ധന് ഒരു പുത്രനുണ്ടായി. ആ അനിരുദ്ധന്റെ പുത്രന്റെ പേരാണ് വജ്രൻ. ഈ വജ്രൻ മാത്രമേ അവരുടെ ആ കലഹ യുദ്ധത്തിന് ശേഷം അവശേഷിച്ചുള്ളൂ. ആ ഈ വജ്രനാണ് ദ്വാരക, ഇന്നിപ്പോ കാണുന്ന ദ്വാരകയിലെ ആ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പറയുന്നു. പ്രതിബാഹുരഭൂസ്തസ്മാൽ സുബാഹുസ്തസ്യ ജാത്മജ. സുബാഹോ ശാന്തസേനോ പുൽ ശതസേനസ്തു തൽസുത. വജ്രനിൽ നിന്ന് പ്രതിബാഹു ഉണ്ടായി. പ്രതിബാഹുവിന്റെ മകൻ സുബാഹു, സുബാഹുവിന്റെ പുത്രൻ ശാന്തസേനൻ, ശാന്തസേനന്റെ പുത്രൻ ശ്രുതസേനൻ. നഹ്യേതസ്മിൻ കുലേ ജാത അധനാ അബഹു പ്രജാ. അല്പായുഷോ അല്പവീര്യാശ്ച അബ്രഹ്മണ്യാശ്ച ജിത്നിരേ. ഈ വംശത്തിൽ ജനിച്ചവരെല്ലാം ധന സമൃദ്ധിയുള്ളവരും അനേക സന്താനങ്ങളോടുകൂടിയവരുമായിരുന്നു. ആയുസ്സും വീര്യവും ബ്രാഹ്മണ ഭക്തിയും കുറഞ്ഞവര് ഈ കുലത്തിൽ ജനിച്ചിട്ടേ ഇല്ല, ആരും ജനിച്ചില്ല. പ്രത്യേകം പറയണം. യദുവംശ പ്രസൂതാനാം പുംസാം വിഖ്യാത കർമ്മണാം സംഖ്യാന ശക്യതേ കർത്തും അഭിവർഷായുധേർ നൃപ. ഹേ രാജാവേ, ഏറ്റവും പ്രസിദ്ധങ്ങളായ കർമ്മങ്ങൾ നടത്തിയവരായ യദുവംശക്കാരുടെ എണ്ണം അനേകം വർഷങ്ങൾ കൊണ്ടും നിശ്ചയിക്കാൻ കഴിയില്ല. അത്രയും പ്രസിദ്ധരായിരുന്നു അവര്. എല്ലാവരും വളരെ കേമന്മാരായിരുന്നു യദുക്കള്. തിസ്രകോട്യ സഹസ്രാണാം അഷ്ടാശീതി ശതാനി ച ആസൻ യദുകുലാചാര്യാഃ കുമാരാണാമിതി ശ്രുതം. യദുവംശത്തില് ജനിച്ച കുട്ടികളെ പഠിപ്പിക്കുന്ന ആചാര്യന്മാരുടെ സംഖ്യ 3,88,00,000 ആയിരുന്നു. ആചാര്യന്മാര് തന്നെ 3,88,00,000 ഉണ്ടായിരുന്നു.
അങ്ങനെ ഓരോ ആചാര്യനും 1000 വീതം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. അപ്പൊ ആ നിലയിൽ അവരുടെ ആചാര്യന്മാര് തന്നെ ഇത്ര അധികം ഉണ്ടെങ്കിൽ കുട്ടികൾ എത്രയുണ്ടാവും? വിദ്യാഭ്യാസമെല്ലാം ഈ നിലയില് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്ന യുവാക്കന്മാരും വൃദ്ധന്മാരും ഉൾപ്പെടെ അവരുടെ ജനസംഖ്യ എത്രയായിരിക്കും എന്നങ്ങോട്ട് ഊഹിക്കാൻ കൂടി പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള സംഖ്യ പറയാൻ പറ്റില്ല. അതാണ് ആചാര്യന്മാര് തന്നെ 3,88,00,000. ബാക്കിയുള്ളത് നമ്മൾ ഊഹിച്ചോളാം. അതന്നെ സംഖ്യാനം യാദവാനാം കരിഷ്യതി മഹാത്മനാം എത്രായുധാനാം ആയുധ ലക്ഷേണാസ്തേ സ ആഹുക. യാതൊരു യാദവ കുലത്തിൽ എത്രയോ ആയുധലക്ഷം ജനങ്ങളുടെ രാജാവായിട്ട് പ്രസിദ്ധനായ ആ ഉഗ്രസേനൻ ഇരിക്കുന്നുവോ, മഹാത്മാക്കളായ ആ യാദവന്മാരുടെ സംഖ്യ നിർണയം ചെയ്യാൻ ആർക്കാ സാധിക്കുക? ആയുധലക്ഷം ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ കോടാനുകോടികൾ. ദേവാസുരാഹവഹത ദൈതേയായേ സുദാരുണ തേജോൽപ്പന്നാ മനുഷ്യേഷു പ്രജാ ദൃപ്താബാധിരേ. പണ്ട് ദേവാസുര യുദ്ധത്തില് ഹനിക്കപ്പെട്ട അതിഭയങ്കരന്മാരായ അസുരന്മാര് മനുഷ്യവർഗത്തിലെ ശിശുപാല ജരാസന്ധ രൂപേണ ജനിച്ചവരായിട്ട് ഗർവിഷ്ഠന്മാരായിട്ട് ജനങ്ങളെ ഉപദ്രവിച്ചു തുടങ്ങി. തന്നിഗ്രഹായ ഹരിണ പ്രോക്താ ദേവായതോ കുലേ അവതീർണ കുലശതം തേഷാം ഏകാധികം നൃപ. ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന അസുരന്മാരെ വധിക്കാനായിക്കൊണ്ട് ദേവന്മാര് യദുകുലത്തിൽ അവതരിക്കണമെന്ന് ഭഗവാൻ കൽപ്പിച്ചു. അങ്ങനെ ജനിച്ച ദേവന്മാരുടെ 101 കുലം യദുവംശത്തിലുണ്ട്. തേഷാം പ്രമാണം ഭഗവാൻ പ്രഭുത്വേനാഭവൽ ഹരി ഏജാനുവർത്തിനസ്തസ്യ വവൃധു സർവയാദവാഹ. യദുകുലത്തിൽ അവതരിച്ച ദേവന്മാരുടെ നാഥനായിട്ടും പ്രമാണമായിട്ടും ഭഗവാൻ ശ്രീഹരിയും അവതരിച്ചു. ആ ഭഗവാന്റെ പാർഷദന്മാരായ സകല യാദവന്മാരും ധനധാന്യ സമൃദ്ധിയുള്ളവരായിരുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.